കൊച്ചു കുട്ടികൾക്ക് വരെ ട്രെൻഡാണ് ഇപ്പോൾ കാട്ടാക്കട. നീ കാട്ടാക്കട എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ BMBC നിലവാരമുള്ള റോഡുകൾ, മൾട്ടിപർപ്പസ് സ്റ്റേഡിയം, എക്കോ ടൂറിസം പദ്ധതി, അങ്ങനെ നിരവധി വികസന നേട്ടങ്ങൾ കൈവരിച്ച കാട്ടാക്കട നിയോജക മണ്ഡലമാണെന്ന് തീർച്ചയായും പറയാം. ഇനി വോട്ടർമാർ പറയട്ടെ ഈ മണ്ഡലം ആർക്കൊപ്പമാണെന്ന്. 100% ഞാൻ പറയാം IB സതീഷ്. ഇവിടെ IB തന്നെ ജയിക്കും. IB പൊളിയാവും. IB സതീഷ്. ഇവിടെ IB സതീഷ്. IB സതീഷ്. സതീഷ് നമ്മൾ IB പറഞ്ഞ എനിഷ്ടം. സതീഷ്. IB സതീഷ്. IB സതീഷ്. സതീഷ്. IB സതീഷ്. മുമ്പ് മുതലേ സതീഷ് തന്നെയാണ്. ഇവിടെ IB സതീഷിനാണ് സാധ്യത. സതീഷൻ സാറല്ലേ? IB ജയിക്കാനാണ് സാധ്യത. IB സതീഷാണ്. IB സതീശൻ. അവിടെ IB സതീശൻ ജയിക്കും. സതീശൻ. IB സതീശൻ. ഈ നിയോജക മണ്ഡലത്തിൽ ആരായിരിക്കും ജയിക്കാൻ കൂടുതൽ സാധ്യത? IB സതീഷ്. എങ്ങനെയുണ്ട്? IB സതീഷ് MLA പൊളിയാണ്. നമ്മൾ യുവാക്കൾക്കെല്ലാം ഇവിടെ കളിസ്ഥലം കൊണ്ടുവന്നു മയിലാടിയിൽ. പിന്നെ ഇവിടുത്തെ BMBC റോഡെല്ലാം അടിപൊളിയാണ്. ഈ പഞ്ചായത്തിലെ എല്ലാ റോഡും BMBC നിലവാരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു. പിന്നെ ഓണത്തിനൊക്കെ ഒരുപാട് പൂക്കൃഷിയൊക്കെ കൊണ്ടുവന്നു. നല്ല MLA ആണ്. സതീശന് സാധ്യത കൂടുതലാണ്. സ്കൂളായിരുന്നാലും റോഡായിരുന്നാലും ഒക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സതീഷിനാണ് സാധ്യത. നല്ല പ്രവർത്തനം ഉണ്ട്. അങ്ങനെ വർഷങ്ങളായിട്ട് നല്ല പ്രവർത്തനമാണ്. ഇവിടെ IB സതീഷാണ് ജയിക്കുന്നത്. എന്തെന്ന് വെച്ചാ നമ്മളോടുള്ള ആ പെരുമാറ്റം, എവിടെ എത്ര ലക്ഷം ജനങ്ങളെ ഇടയിൽ നിന്നാലും നമ്മളെ തേടി പിടിച്ച് വന്ന് എന്തെങ്കിലും ഒരു പുഞ്ചിരിയെങ്കിലും സമ്മാനിച്ച് അങ്ങനെ എല്ലാവരെയും ശ്രദ്ധിക്കും. ഈ വികസനം ഇനിയിപ്പോ വേറെന്താ ചെയ്യാനുള്ളത്? ഇനി LDF ഇനി എന്ത് ചെയ്തില്ല എന്ന് ആൾക്കാർ, നമ്മളെ എതിരാളികൾ പോലും എന്തെങ്കിലും മറുപടി പറയാനുണ്ടെങ്കിൽ പറയട്ടെ. അതുകൊണ്ട് ഉറപ്പാണ്, 100% ഉറപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം കിട്ടുമോ അതിൽ കൂടുമോ എന്നുള്ളത് മാത്രമേ നമുക്കൊരു 10 വർഷമൊക്കെ ഭരണം നല്ല ഭരണം. ഒരുപാട് വികസന പ്രവർത്തനങ്ങളില്ലേ, റോഡായാലും എല്ലാ തരത്തിലും IB ജയിക്കാൻ സാധ്യത. IB സതീഷാണ്. ഉറപ്പാണ്, തീർച്ചയായും. അടിപൊളിയായിരുന്നു. ഇവിടെ നമ്മളെ കാട്ടാട മണ്ഡലത്തിൽ IB സതീഷ് സാറാണ് ജയിക്കുള്ളൂ. 10 വർഷത്തെയും പുള്ളിക്കാരെ ഏതൊരു ആവശ്യത്തിനും ഏത് ചർച്ചയിലായാലും ഒരു സംഭവം നടന്നാലും പുള്ളിക്കാരെ ഓടിയെത്തുകയും എല്ലാം കാര്യങ്ങളും ചെയ്യത്തെ. ഈ മണ്ഡലത്തില് നമ്മുടെ സഖാവ് IB സതീഷ് ജയിക്കാനാണ് സാധ്യത കൂടുതൽ. IB സതീഷ്. ഉറപ്പാണോ? ഉറപ്പാണ്. കഴിഞ്ഞ 10 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ വികസനം? നല്ല വികസനമായിരുന്നു. വേറെ ആര് ജയിക്കാൻ? IB സതീഷ്. അതെന്തിനാണ് ജയിക്കുള്ളൂ?